കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോൾ സ്വർഗമാണ് മോളെ മോനെ നീ ഇപ്പൊ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാർത്ഥ ഹൃദയ വിശുദ്ധിയുള്ളവർ അവനെ കാണൂന്നല്ലേ പറഞ്ഞത്. നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയും നിന്റെ ഹൃദയ പരമാർത്ഥതയോടെയും നീ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോ കർത്താവിനെ കാണാൻ നിനക്ക് പറ്റൂന്നാ പറഞ്ഞേ. പറ്റും മോളെ മോനെ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്റെ ദൈവത്തെ കാണാൻ, ദൈവത്തെ ദർശിക്കാൻ നിനക്ക് പറ്റും. എന്നിട്ട് വചനം പറയാണ്, അവിടത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു, അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഇതാ കർത്താവിന്റെ കണ്ണുകൾ മോളെ മോനെ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം. മോളെ നിന്റെ വേദനകളെല്ലാം കർത്താവ് കാണുന്ന സമയം, നിന്റെ സങ്കടങ്ങളെല്ലാം ഈശോ കാണുന്ന സമയം. നീ കടന്നു പോകുന്ന നിന്റെ ദുഃഖമുണ്ടല്ലോ, ഒറ്റപ്പെടലുണ്ടല്ലോ, മനോവേദനയുണ്ടല്ലോ, അവഗണനയുണ്ടല്ലോ, തിരസ്കരണ അനുഭവം ഉണ്ടല്ലോ, ഏതെല്ലാം കാര്യങ്ങളെ ഓർത്ത് നിന്റെ ജീവിതം, നിന്റെ ചങ്ക്, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം പിടയുന്നുണ്ടോ, അതെല്ലാം കാണുന്ന കർത്താവ് ഇതാ ഈ ആലയത്തിലുണ്ട്, ഈ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. വിശ്വസിക്ക്, ഈ വിശുദ്ധ മന്ദിരത്തിൽ, ഈ കാരിസ് ഭവനാകുന്ന ഈ ആലയത്തിൽ, ഈ അൾത്താരയിൽ ഇതാ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്നു, ജീവനായി എഴുന്നള്ളിയിരിക്കുന്നു. നിനക്ക് ജീവൻ തരാനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. അവന്റെ മാറ നിനക്ക് വേണ്ടി പിളർന്നത്, ഇവന്റെ മാറിടമാ നിനക്ക് വേണ്ടി ഇന്നും തുറന്നു കിടക്കുന്നത്. എന്തിനാന്നറിയാവോ മോളെ മോനെ? നിന്റെ വേദനകളിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ ആത്മീയ സംഘർഷങ്ങളിൽ നിനക്ക് ഓടിച്ചെന്ന് കേറിക്കിടക്കാൻ ഒരിടം, അഭയം പ്രാപിക്കാൻ ഒരിടം, ഒരേ ഒരിടം. അത് കർത്താവിന്റെ മാറിടമാ, വേറൊന്നുമില്ല. വിറങ്ങുമില്ല. വിറങ്ങും നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റില്ല. വിറങ്ങും നമുക്ക് അഭയം ഇല്ലെന്നേ, നമുക്ക് സുരക്ഷിതത്വം ഇല്ലെന്നേ. നമുക്കാകെ സുരക്ഷിതത്വം ഉള്ളത്, നമ്മുടെ ആത്മാവിനാകെ അഭയമുള്ളത് അത് കർത്താവിന്റെ മാറിടത്തിലാണ്. അവന്റെ ഹൃദയത്തിലാണ് നമ്മുടെ ഇടം. അവന്റെ ഹൃദയത്തിൽ നമുക്കിടം കിട്ടിയത് കൊണ്ടല്ലേ പിതാവായ ദൈവം തന്റെ പുത്രനെ അവന്റെ അവസാനത്തുള്ളി രക്തവും നൽകി എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് വീണ്ടെടുത്ത് അവന്റെ സ്വന്തമാക്കി മാറ്റിയത്. അവന്റെ ഹൃദയത്തിൽ നമുക്കിടം കിട്ടിയത് കൊണ്ടല്ലേ. ദൈവമേ, നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടം തന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, നീ ചങ്ക് തുറന്ന് ഞങ്ങളെ സ്നേഹിച്ചതിന് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഈ ഇടമാണ്. ഞങ്ങൾക്കറിയില്ല എങ്ങോട്ടാ പോകണ്ടെന്ന്, ഞങ്ങൾക്കറിയില്ല ആരെയാ സമീപിക്കേണ്ടെന്ന്, ഞങ്ങൾക്കറിയില്ല എങ്ങോട്ടാ ഉറ്റുനോക്കേണ്ടെന്ന്, ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, ദുഃഖ ദുരിതങ്ങളിൽ എവിടെ ഒരു ആശ്വാസം കണ്ടെത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ അറിവില്ലായ്മയാണ് ദൈവമേ ഞങ്ങളുടെ ആത്മീയ അധപ്പതനത്തിന്റെ കാരണം. നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. സങ്കീർത്തകനെ പോലെ ഓടി ഒളിച്ചോളാൻ പറഞ്ഞപ്പോ സങ്കീർത്തകൻ പറഞ്ഞു, എന്റെ അഭയം കർത്താവില, ഞാൻ ഓടിയാൽ എന്റെ കർത്താവിന്റെ വരെ ഞാൻ ഓടും. അവിടെയാണ് എനിക്ക് അഭയം, അവിടെ മാത്രമാണ് എനിക്ക് അഭയമെന്ന്. മോളെ, നിനക്കൊരിടം വേണ്ടേ ഒളിക്കാൻ? നിനക്കൊരിടം വേണ്ടേ നിന്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാൻ? നിനക്കും വേണ്ടേ ഒരിടം നിന്റെ വേദനകൾ പങ്കുവെക്കാൻ? നിനക്കും വേണ്ട ഒരിടം നിന്റെ ഉള്ളറകളിൽ, നിന്റെ മനസ്സിന്റെ അധോഭാഗങ്ങളിൽ നീ കടന്നു പോകുന്ന നിന്റെ നീറുന്ന നൊമ്പരങ്ങളെ പങ്കുവെക്കാൻ നിനക്കൊരിടം വേണ്ടേ? നിനക്കൊരാള് വേണ്ടേ? നിന്നെ സ്നേഹിക്കുന്ന ഒരുവനെ നിനക്ക് കാണണ്ടേ, കണ്ടുമുട്ടണ്ടേ? ഇതാ നിന്നെ ജീവന തുല്യം സ്നേഹിച്ച കർത്താവ് ഈ അൾത്താരയിലുണ്ട്. നിന്നെ ജീവനോളം സ്നേഹിക്കുന്ന കർത്താവ്, നിന്റെ ജീവനു വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഈ അൾത്താരയിലുണ്ട്. ഇതാണ് നിന്റെ ഇടം. ഉണ്ട്, നിനക്കൊരിടമില്ല എന്ന് കരുതി നീ ഭാരപ്പെടണ്ട. നിനക്ക് നിന്റെ വേദനകൾ ഇറക്കി വെക്കാൻ ഒരു സ്ഥലമില്ല എന്ന് കരുതി നീ സങ്കടപ്പെടണ്ട. മോളെ മോനെ, നിനക്കൊരിടമുണ്ട്. ഒരിക്കലും നിന്നെ നിഷേധിക്കാത്ത, ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്ത, ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത, ഒരിക്കലും നിന്നെ തട്ടിമാറ്റാത്ത സ്വർഗം നിനക്കായി സമ്മാനിച്ച ഒരിടം, അത് അവന്റെ മാറിടമാണ്. കണ്ടാലും ഇതല്ലേ മക്കളെ ദൈവസ്നേഹം. ഈശോയെ, മോളെ മോനെ, നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും നിന്റെ കണ്ണുനീരെല്ലാം കർത്താവിലേക്ക് വെക്കേ. നിന്റെ വേദനകൾ ഇവിടെ ഇറക്കി വെക്കേ. ഒരിടം തടുമോ എന്ന് നീ എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട്. എത്രയോ ഇടങ്ങളിൽ നീ ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരിടം താ, ഗിവ് മീ എ സ്പേസ്, എനിക്കൊരിടം താ. പലരുടെ ഹൃദയത്തിൽ ഒരിടം കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിയിട്ടില്ലേ? മനുഷ്യ ഹൃദയങ്ങളിൽ ഒരിടത്തിന് വേണ്ടി നെട്ടോട്ട് ഓടിയിട്ടില്ല, ഇന്നും ഓടുന്നില്ല. എന്നിട്ട് നിന്റെ പരാതി എന്താ? അച്ഛാ,
അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ എനിക്കൊരിടമില്ല. മാതാപിതാക്കൾ പറയുന്നുണ്ട് മക്കളുടെ ജീവിതത്തിൽ ഒരിടമില്ലെന്ന്. മക്കൾ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇടമില്ലെന്ന്. ദാമ്പത്യങ്ങളുടെ പ്രശ്നം എന്താ? എനിക്ക് എന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയത്തിൽ ഒരിടമില്ലച്ചോ. നിനക്കൊരിടം ഉണ്ടെന്നേ, നീ വേദനിക്കരുത്. ഇതാ കർത്താവ് നിനക്കായി തന്റെ മാറിടം തുറന്നു വെച്ചിരിക്കുന്നു. ആ ഹൃദയത്തിലേക്ക് നീ കടന്നു ചെല്ല്. ആ ഹൃദയത്തിലേക്ക് നിന്റെ വേദനകൾ വെക്ക്. ആ മുറിവിലേക്ക്, നിനക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന അവന്റെ മാറിടത്തിലേക്ക് നിന്റെ ജീവിതത്തിന്റെ മുറിവുകളെല്ലാം ചേർത്ത് വെക്ക്. ഈശോ നിന്നെ സുഖപ്പെടുത്തട്ടെ. ഈശോയേന്ന് കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം എല്ലാ മക്കളും ഈശോയെ 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 എന്ന് വിളിക്കാവോ? വേറൊന്നും വേണ്ട. ഈശോയെ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്താം. ഈശോയെ എനിക്കൊരിടം തരാം. നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ എന്നെ നീ അനുവദിക്കും. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ, മാത്രം മതി. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. സ്വപ്നങ്ങളകലയാണേ, ദുഃഖങ്ങളേറെയാണേ, കുരിശേറും രാവിൻ നേരം വരണേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. ഒരിടം തരണേ തലചായ്ച്ചുറങ്ങാൻ, കുരിശായാലും മതിയേ, അതുമാത്രം മതിയേ. കരങ്ങളെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് പറ, തമ്പുരാനോട് പറ, മോളെ നിന്റെ വേദനകൾ, മോനെ നിന്റെ വിഷമങ്ങൾ ഈശോയോട് പറ. എന്തെല്ലാം വേദനകളാ നിന്നെ അലട്ടുന്നത്, എന്തെല്ലാം സങ്കടങ്ങളാണ് ഈ നാളുകളിൽ നിന്നെ ഭാരപ്പെടുത്തുന്നത്, എന്തിനെ കുറിച്ചാണ് നീ അസ്വസ്ഥപ്പെടുന്നത്, എന്തിന് നീ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുന്നു? ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിലാകട്ടെ നമ്മുടെ അഭയം. ഏതെല്ലാം കാര്യങ്ങളാണ് മോളെ നിന്നെ അലട്ടുന്നത്? കുടുംബ പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ? ദാമ്പത്യ പ്രശ്നങ്ങളാണോ നിന്റെ പ്രശ്നങ്ങൾ? നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ആകുലതകളാണോ നിന്റേത്? നാളെയിൽ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയില്ലേ? കടബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നുണ്ടോ? ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റണില്ലേ? ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നോ? എന്തൊക്കെയോ ഭാരം നിന്റെ മനസ്സിലില്ലേ? കുടുംബത്തെക്കുറിച്ചുള്ള വലിയ ഭാരം പേറിക്കൊണ്ടല്ലേ നീ നടക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, നിന്റെ കൂടപ്പറപ്പുകള്, നിന്റെ മാതാപിതാക്കൾ, എന്തോ ഒരു ഭാരം നിന്റെ ഉള്ളിലില്ലേ? ഇറക്കി വെക്കേ, ഇറക്കി വെക്കേ. ഇതൊന്നും നിത്യതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഭാരങ്ങളല്ല. ഉണ്ടാകണം, ഒരു ഭാരം ഉണ്ടാകണം. എന്താ? എന്റെ കൂടപ്പുറപ്പും എന്റെ കൂടെ നിത്യതയിൽ എത്തണം. ഇതായിരിക്കണം നമ്മുടെ ആത്മഭാരം. എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ മക്കളും എന്നോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നത് പോലെ നിത്യതയിൽ എത്തുവോളം എന്റെ കൂടെ വരണം. ആ ഭാരം നമുക്കുണ്ടാകണം. അതൊരു ഭാരമായിട്ട് മാറും. ബാക്കി ഭാരങ്ങളൊക്കെ വിട്. ഈ ലോകത്തിന്റെ ഭാരങ്ങളൊക്കെ തമ്പുരാന് കൊടുക്ക്. ഈശോയെ,
ഇന്നോളം നടന്നത് നീയാണ്, നടത്തിയത് നീയാണല്ലോ. ഇന്നോളം കൈപിടിച്ചത് നീയാണല്ലോ. എങ്കിൽ നാളെ നീ കൈപിടിക്കുമെന്നൊന്ന് വിശ്വസിക്കാൻ ദൈവമേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കുടുംബം, നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന നിയോഗം, നിങ്ങൾ പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികൾ, അവരുടെ വേദനകളെല്ലാം ഈശോയിലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.